ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും വിസ്ഡം ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ട്രയാങ്കിൾ എന്ന പാഠഭാഗത്തിൽ നിന്നും ഉള്ള ഒരു തിയറമാണ് നമ്മളിന്ന് പ്രൂവ് ചെയ്യുന്നത്. തിയറത്തിൻ്റെ പേരെന്താണ്? എ സിമിലാരിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ സിമിലാരിറ്റി ക്രൈറ്റീരിയ എന്താണ് ഡിഫൈൻ ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്നും എന്നുള്ള വിശദമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ക്ലാസ് ആരംഭിക്കാം. ഞാൻ മുരളിലാൽ, നിങ്ങളുടെ മാത്സ് ടീച്ചർ. അപ്പോൾ ക്ലാസ്സിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് ക്രൈറ്റീരിയ പറയുന്നതെന്ന് നോക്കാം. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 6.3 ആണ് തിയറം പറയുന്നത്. ഇഫ് ഇൻ ടു ട്രയാങ്കിൾസ്, അതായത് രണ്ട് ട്രയാങ്കിൾ, ഇഫ് ഇൻ ടു ട്രയാങ്കിൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ then their corresponding sides are in the same ratio. അപ്പോൾ എന്താണ്? ഇഫ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ്, മൂന്ന് ആംഗിളും തുല്യമാണ്. ഒരു ട്രയാങ്കിളിൽ 3 ആംഗിൾ ഉണ്ടായിരിക്കും. ഈ 3 ആംഗിളും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ദെയർ കറസ്പോണ്ടിങ് സൈഡ് ആർ ഇൻ ദ സെയിം റേഷ്യോ ഓർ പ്രൊപ്പോർഷണൽ ആൻഡ് ഹെൻസ് അതുമൂലം നമുക്ക് പറയാം ദ ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടുന്നത്? 3 ട്രയാങ്കിളും സിമിലറാണെന്ന് തെളിയിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABC കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ദാറ്റ് മീൻസ് ആംഗിൾ എ എന്ന് പറയുന്ന ഇതിന് തുല്യമാണ്, ആംഗിൾ ഡിക്ക് തുല്യമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ DF സച്ച് ദാറ്റ് ആംഗിൾ A is equal to ആംഗിൾ D and B is equal to ആംഗിൾ B is equal to ആംഗിൾ B is equal to ആംഗിൾ A. ആംഗിൾ C is equal to ആംഗിൾ F. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് A is equal to D, B is equal to E, C is equal to F. അങ്ങനെയാണെങ്കിൽ ദ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ. അതായത് AB കറസ്പോണ്ടിങ് സൈഡ്സ് ആർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? AB ഡിവൈഡഡ് ബൈ the corresponding side of a AB is equal to DE. AB divided by DE is equal to AC divided by DF is equal to BC divided by EF. ഇത് നമുക്ക് തെളിയിക്കണം. അപ്പോൾ എന്താണ്? 2 ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് തുല്യമാണെങ്കിൽ ഈ കറസ്പോണ്ടിങ് സൈഡ് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ട്രയാങ്കിൾ സിമിലർ. അപ്പോൾ സിമിലാരിറ്റിയാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ സിമിലാരിറ്റി തെളിയിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ സൈഡ്സുകൾ കറസ്പോണ്ടിങ് ആണെന്ന് തെളിയിക്കണം. ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് 2 ട്രയാങ്കിളും അവയുടെ ആംഗിളും തുല്യമാണ്. നമ്മൾ ഈ റേഷ്യോ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? ടു പ്രൂവ് ട്രയാങ്കിൾ ABC ആൻഡ് DEF സിമിലർ ടു DF. അത് തെളിയിക്കുന്നതിന് നമുക്ക് എന്ത് വേണം? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ റേഷ്യോ ആണെന്ന് നമ്മൾ തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? കൺസ്ട്രക്ഷൻ ചെയ്യുന്നു. ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്താണ്? P എന്നൊരു പോയിൻറ്റും P എന്നൊരു പോയിൻറ്റും Q എന്നൊരു പോയിൻറ്റും എവിടേക്ക് എടുക്കുന്നു? DEയിലും DFയിലും എടുത്ത് അത് ജോയിൻ ചെയ്തു. PQ ജോയിൻ ചെയ്യുന്നു. PQ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? DP is equal to AP. അപ്പോൾ നമുക്കിവിടെ എഴുതാം AB is equal to DP. AB is equal to DP. AB is equal to DP is equal to AB ഉണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചെഴുതി AB is equal to DP. പിന്നെന്താണ്? AC is equal to DQ. പിന്നെന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ആംഗിൾ എയും ആംഗിൾ ഡിയും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി.
ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. നമ്മൾ എ സിയും ഡിക്കും നമ്മൾ എന്താണ് ബൈ കൺസ്ട്രക്ഷൻ വെച്ച് നമ്മൾ പറഞ്ഞു ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് ഈ സൈഡും ഈ സൈഡും അവ ഉൾപ്പെടുന്ന ആംഗിളും അതുപോലെ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും അവ ഉൾപ്പെടുന്ന ആംഗിളും, അതായത് ഇത് സൈഡ്, ഇത് ആംഗിള്, ഇത് സൈഡ്. അപ്പോൾ എന്താണ് രണ്ട് സൈഡും അവ ഉൾപ്പെടുന്ന ആംഗിളും തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദേ ആർ ഇൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എ ബി സി, ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻറ്റ്. അപ്പോൾ എന്താണ് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ പി ക്യു ഡി പി ക്യു. എന്തുകൊണ്ടാണ്? അത് പറയുന്ന രീതി എസ് എ എസ് ക്രൈറ്റീരിയ. എന്താണ് എസ് എസ് വെച്ച് പറയുമ്പോൾ എ ബിക്ക് തുല്യമാണ് ഡി പി ആൻഡ് എ സിക്ക് തുല്യമാണ് ഡി ക്യു ആൻഡ് ആംഗിൾ എക്ക് തുല്യമാണ് ആംഗിൾ ഡി. അതുകൊണ്ട് എ ബി സിയും ഡി പി ക്യുവും എന്താണ്? കോൺഗ്രുവൻ്റ് ആണ് അല്ലേ? കോൺഗ്രുവൻ്റ് ആണെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എന്താണ് അർത്ഥം? ഈ സി പി സി എന്താണ്? കറസ്പോണ്ടിങ് പാർട്സ് ആർ ഈക്വൽ അല്ലേ? ദാറ്റ് മീൻസ് അപ്പം നമുക്ക് എന്തറിയാം? ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ഡി പി ക്യു. അപ്പോൾ എന്താണ്? ബി ഈസ് ഈക്വൽ ടു പി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. എന്തുകൊണ്ടാണ്? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് ദ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ബി ഈസ് ഈക്വൽ ടു പി. സിമിലർലി സി ഈസ് ഈക്വൽ ടു ക്യു. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ക്യു. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് പിന്നെ നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഇ എന്ന് പറയുന്നത് ബി എന്ന ആംഗിൾ എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? ഇക്ക് തുല്യമാണ് എന്ന് നമ്മളുടെ ഗിവൺ തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു ഇ എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ഇക്ക് തുല്യമാണ്. അതുപോലെ ആംഗിൾ ബി എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? പിക്കും തുല്യമാണ്. പിക്കും തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു പി ആൻഡ് പി ഈസ് ഈക്വൽ ടു ഇ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ഇ. അപ്പോൾ എന്താണ് നമ്മുടെ ടു പാരലൽ ലൈൻസ്? പി ഇ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്വേഴ്സാണ്. രണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ് പി ആൻഡ് ഇ ആർ ആൾട്ടർനേറ്റ് ആംഗിൾസ്. വാട്ട് ആംഗിൾസ്? ആൾട്ടർനേറ്റ് ആംഗിൾസ്. പി ആൻഡ് ഇ ആർ ആൾട്ടർനേറ്റ് ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ പി ഇയും തുല്യമാണെങ്കിൽ എന്തായിരിക്കും? പി ക്യു പാരലൽ ഇ എഫ്. പി ക്യു പാരലൽ ഇ എഫ്. നമ്മളെന്താ എവിടെ നിന്നാണ് തുടങ്ങിയത്? കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആംഗിൾ വരെ തുല്യമാണെന്ന് പറഞ്ഞു. ഈ രണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾ തുല്യമായതുകൊണ്ട് പി ക്യു ഡിവൈഡഡ് ബൈ ഇ എഫ് എന്ന് നമ്മൾ പറഞ്ഞു. പി ക്യു പാരലൽ ടു ഇ എഫ്. അപ്പോൾ എന്താണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത്? പിന്നെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളിവിടെ എന്ത് കിട്ടി? അപ്പോൾ പി ക്യു പാരലൽ നമുക്കിവിടെ എന്ത് കിട്ടി? പി ക്യു പാരലൽ ടു ഇ എഫ് എന്ന് കിട്ടി. പി ക്യു പാരലൽ ടു ഇ എഫ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഡി പി ഡിവൈഡഡ് ബൈ പി ഇ. ഡി പി ഡിവൈഡഡ് ബൈ പി ഇ ഈസ് ഈക്വൽ ടു ഡി ക്യു ഡിവൈഡഡ് ബൈ ക്യു എഫ്. അതാണല്ലോ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത്. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അപ്പോൾ നമുക്കെന്താണ് ഇതിൻ്റെ ഒരു ഇൻവേഴ്സ് എടുക്കാം. ഇൻവേഴ്സ് എടുത്താൽ എന്ത് കിട്ടും? പി ഇ ഡിവൈഡഡ് ബൈ ഡി പി ഈസ് ഈക്വൽ ടു ക്യു എഫ് ഡിവൈഡഡ് ബൈ ഡി ക്യു. നമ്മൾ ഇൻവേഴ്സ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്ലസ് വൺ ആഡ് ചെയ്യുന്നു. പ്ലസ് വൺ ആഡ് ബോത്ത് സൈഡിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? പി ഇ ഡിവൈഡഡ് ബൈ ഡി പി പ്ലസ് 1 ഈസ് ഈക്വൽ ടു ക്യു എഫ് ഡിവൈഡഡ് ബൈ ഡി ക്യു പ്ലസ് 1. അപ്പം നമുക്കിവിടെ എന്തെഴുതാം? പി ഇ പ്ലസ് 1 ഇൻറ്റു ഡി പി ഈസ് ഈക്വൽ ടു ഡി പി
the whole divided by dp. Similarly, here എന്ത് എഴുതാം? qf plus dq the whole divided by dq. PE എന്ന് വെച്ചാൽ this one is PE and dp എന്ന് വെച്ചാൽ this one. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? DE കിട്ടും. അപ്പോൾ നമുക്കിവിടെ എഴുതാം DE divided by dp is equal to QF, this is QF, DQ എന്താണ്? This is, കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? DF കിട്ടും. DF ഡിവൈഡഡ് ബൈ DQ. അപ്പോൾ വീണ്ടും നമ്മൾ എന്തെടുക്കുന്നു? ഇൻവേഴ്സ് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? DP ഡിവൈഡഡ് ബൈ DE ഈസ് ഈക്വൽ ടു DQ divided by DF. DF DQ. ഓക്കെ, DF. അപ്പോൾ ഇനി നമ്മൾ എന്താണ്? DPക്ക് പകരം നമുക്ക് എന്തെടുക്കാം? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് AP ഈസ് ഈക്വൽ ടു AB, DQ ഈസ് ഈക്വൽ ടു AC. അപ്പോൾ DPക്ക് പകരം നമ്മൾ എന്തെടുക്കുന്നു? AB ഡിവൈഡഡ് ബൈ DE ഈസ് ഈക്വൽ ടു DQന് പകരം AC കൊടുക്കുന്നു. AC ഡിവൈഡഡ് ബൈ DF. ദെൻ ഇവിടെ എന്താണ്? AB, ദിസ് ഈസ് AB ഡിവൈഡഡ് ബൈ DE. നമ്മൾ ഈ ട്രയാങ്കിളാണല്ലോ കൺസ്ട്രക്ട് ചെയ്തത്. AC ഡിവൈഡഡ് ബൈ DF. അപ്പോൾ നമ്മൾ ആ രണ്ട് സൈഡും പ്രൊപ്പോർഷണൽ വെച്ചു. അപ്പോൾ നമുക്ക് എഴുതാം സിമിലർലി we can prove എന്താണ്? AB ഡിവൈഡഡ് ബൈ DE ഈസ് ഈക്വൽ ടു AC ഡിവൈഡഡ് ബൈ DF ഈസ് ഈക്വൽ ടു BC ഡിവൈഡഡ് ബൈ EF. BC ഡിവൈഡഡ് ബൈ EF. അപ്പോൾ നമുക്ക് ആവശ്യം, ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് എന്താണ്? ഈ മൂന്ന് സൈഡും പ്രൊപ്പോർഷനാണ് തെളിയിക്കണം. ആണെങ്കിൽ എന്താണ്? ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ നമുക്ക് ലാസ്റ്റായിട്ട് എഴുതാം ട്രയാങ്കിൾ. ദെയർഫോർ ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ DEF. അപ്പോൾ നമുക്ക് ഈ തിയറം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.